വ്രതം നോറ്റ് മനസ്സറിഞ്ഞല്ലേ പ്രാർത്ഥിച്ചത്. എന്നിട്ടും എന്തിനാ എന്റെ ചിറ്റുവിനെ എന്നെ നകറ്റിയത്? എന്നെ ചതിച്ചല്ലുണ്ടല്ലോ. പിന്നെ ഞാൻ ഇനിയൊന്നും പറയരുത്. എന്റെ മോൾ ഇനിയൊന്നും പറയരുത്. എല്ലാം ഈ അപ്പനറിയാം. എല്ലാം അറിഞ്ഞു തന്നെയാ ആ നാടകത്തിന് അപ്പനും കൂട്ടുനിന്നത്. അങ്ങനെ ഒരു കടപ്പാട് ആ കുടുംബത്തിനോട് ഈ അപ്പനുണ്ടായിപ്പോയി മോളെ. സിദ്ധാർത്ഥനെ മോള് മറക്കണം. പൂജ മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എന്റെ മോൾ അതിന് തടസ്സമാകരുത്. മോളെ, അപ്പന്റെ സ്ഥാനത്ത് നിന്ന് കൽപ്പിക്കുകയല്ല, യാചിക്കുകയാണ്. എന്റെ മോൾ അവനെ മറക്കണം. കാവേരി അമ്മയെ സാക്ഷി നിർത്തി ഈ അപ്പന് വാക്ക് തരണം. നാളെയാ കുടകിന്റെ പുത്തിരി കഴിച്ച. മനസ്സാലെല്ലാം മറന്ന് കളങ്കമില്ലാത്തൊരു കുടക് പെണ്ണായി വേണം ഈ ഊർതെക്കന്റെ മുന്നിൽ എന്റെ മോള് പാടാൻ. ഈ അപ്പന്റെ വാക്കുതാ മോളെ. മോളെ, കരയല്ല മോളെ. എനിക്ക് മാർക്കറ്റിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചന്തക്ക് വേറെ ചന്ത ഇഷ്ടാവും. അല്ല പൂക്കളെ മുല്ലപ്പൂവ് ആദ്യമായിട്ടാ കാണുന്നേ. എന്നെ പരസ്യമായിട്ട് എങ്ങനെ വിളിക്കരുത്. ഞാൻ മുറ്റോടിക്കുന്ന ചൂടിന്റെ കാര്യ പറഞ്ഞു. ബംഗ്ലാവിലുണ്ടല്ലോ 2 എണ്ണം. ബംഗ്ലാവിലോ? തെയ്യുണ്ണിയും അബ്ദുവും. ചേട്ടന്റെ ഒരു കാര്യം. ഇതെന്താ വില? 5 രൂപ. അത് നമ്മുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച പാട്ട് ടീച്ചറല്ലേ? അവരുടെ പൂക്കച്ചവടം. അവരുടെ ജോലി പോയില്ലേ, പാവം ജീവിക്കാൻ വേണ്ടിട്ടായിരിക്കും. പാവം, എനിക്ക് അവിടുന്ന് പോവാങ്ങിയാ മതി. അയ്യോ, നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അല്ല വേണ്ട, അവിടെ നല്ല പൂവുണ്ട്. 2 മുഴം പൂ വാങ്ങി എന്റെ തലയിൽ വെച്ച് തരുമോ? എന്താ ഈ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് തലയിൽ പൂച്ചൂടി കൊടുക്കുന്ന സാധാരണയാ. പക്ഷെ നമ്മള് വാങ്ങുന്നേ. 2 മുഴം മല്ലികை പൂ. ഭ്രാന്ത് മൂത്തപ്പോ വെയിലൊളിക്കാൻ ഇറക്കിയതാ. 10 രൂപ. ഇനി എന്നെ മനസ്സിലായി കാണൂലേ? ഞാൻ ചിച്ചു. നീക്കത്ര കണ്ണു കാമലയാ കാത്ത. അവരെവിടെ? അങ്ങോട്ട് ഓടി. ഇത് പിടിച്ചേ.
സത്യം പറയേ, ആരെയാ നീ പേടിക്കുന്നത്? ആരാ നിന്നെ പിന്തുടർന്നത്? നീ ഓടിയത് മുളിച്ചതുമെല്ലാം സ്വബോധത്തോടെ ആയിരുന്നില്ലേ? പറയേ, പറയാൻ. ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. എന്തിനെന്നെ വിട്ടിയാക്കിയത്? എന്തിനാ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്? അറിയാത്ത ദൈവങ്ങൾക്ക് പോലും ഞാൻ നേർന്നിട്ടുണ്ട് നിന്റെ അസുഖം മാറാൻ. പക്ഷെ നീ എന്നോട് പൊറുക്കണം. ഒരു ക്ഷമാപണം കൊണ്ട് തീർന്ന തെറ്റാണോ ഈ എന്നോട് നീ ചെയ്തത്? ആണോ? പറയേ, എന്തിനായിരുന്നു ഇതൊക്കെ? ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല വന്നത്. ബംഗ്ലാവിന് മുന്നിലെ പ്രാരബ്ധക്കാരനെ കണ്ടപ്പോ വെറുപ്പായിരുന്നു ആദ്യം. പിന്നെ അറിയാതെ തോന്നിയ കൗതുകം. പക്ഷേ ഈ വേഷം കെട്ടിച്ചതും കോമാളി കളിപ്പിച്ചതും എല്ലാം അറിഞ്ഞു തന്നെ. സമ്പന്നതയിലാ ജനിച്ചത്, സമ്പന്നതയിൽ തന്നെ വളർന്നതും. അത് തന്നെയായിരുന്നു എന്റെ ദുരന്തവും. അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറുടെ മകന് എന്നോ കൊടുത്തൊരു വാക്ക് അച്ഛന്റെ മരണശേഷവും എന്റെ കുടുംബക്കാരത് പാലിച്ചു. ബാംഗ്ലൂരിൽ സെറ്റിലായ അയാളുടെ സാമ്പത്തിക ആസ്തിയും ചുറ്റുപാടും ജാതക പൊരുത്തവും സർവവും നോക്കി തന്നെയായിരുന്നു വിവാഹം ഉറപ്പിച്ചത്. പക്ഷേ എല്ലാം ചൂഴ്ന്ന് അന്വേഷിച്ചെങ്കിലും അയാളുടെ മനസ്സ് മാത്രം ആർക്കും കണ്ടെത്താനായില്ല. ആർക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ക്ലബിന്റെ പാസ്റ്റ് പ്രസിഡന്റായ മിസ്റ്റർ സഞ്ജയ്, അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ മിസസ് പൂജ സഞ്ജയ്, ഈ യുവമിഥുനങ്ങൾക്ക് നമ്മുടെ ക്ലബിന്റെ പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു. രണ്ട് തവണ കലാതിലകം നേടിയ മിസസ് പൂജ സഞ്ജയ് നല്ലൊരു നർത്തകിയും ഗായികയും കൂടിയാണ്. ഈ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മിസസ് പൂജ സഞ്ജയിനോട് ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ മറുനാടൻ മലയാളികളുടെ സന്തോഷത്തിന് കേരള തനിമയുടെ പ്രതീകമായ മോഹിനിയാട്ടത്തിന്റെ 2 ചുവടുകൾ ഈ വേദിയിൽ അവതരിപ്പിക്കാമെന്ന് സമ്മതിച്ചിരുന്നു. പ്ലീസ് കം ഓൺ മിസസ് സഞ്ജയ്, കം ഓൺ പ്ലീസ്. ഇനി വേണ്ട, ഇനി ഒരു ദിവസം എന്തെത്ര നാണിക്കാൻ വരുന്നേ? ഒരുക്കൊന്നുമില്ലാതെ പൂജ 2 സ്റ്റെപ്പ് മതി. എണീക്കുന്നേ പ്ലീസ്. ചേരങ്ങെടുക്ക. കൃഷ്ണ നിൻ മുഖപത്മം എന്നേരവും ഹൃത്തിൽ തോന്നുന്നു ഭഗവാനേ. കൃഷ്ണ നിൻ മുഖപത്മം എന്നേരവും ഹൃത്തിൽ തോന്നുന്നു ഭഗവാനേ. മഞ്ഞപ്പട്ടാട ചാർത്തി മണിത്തള കാലിലിട്ടും നൃത്തമാടുന്നതും കാണാകേണം. മഞ്ഞപ്പട്ടാട ചാർത്തി മണിത്തള കാലിലിട്ടും. അപ്പോഴുള്ള അയാളുടെ മാനസികാവസ്ഥ എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അന്ന് രാത്രി വീട്ടിൽ വെച്ച് അതിന്റെ പ്രതികരണം ഞാൻ അനുഭവിച്ചു.
എന്തിനാ ഇത്രയും ശബ്ദം? ഇഷ്ടമായില്ലല്ലേ? എങ്കിൽ വേണ്ട. പക്ഷേ എനിക്ക് കേൾക്കണം, കാണണം. യെസ്, ഇപ്പോ ഇവിടെ വെച്ച് ഈ നിമിഷം യു ഷുഡ് ഡാൻസ് ആൻഡ് സിംഗ്. ഒരു മൂഡും ഇല്ലാതെ ഇപ്പൊ എങ്ങനെയാ ഞാൻ? ഓ, യു ഡോണ്ട് ഹാവ് മൂഡ് അല്ലേ? ഓക്കെ 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 ഓക്കെ. തനിക്കിപ്പോ മൂഡ് വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ. കൈയടിക്കാൻ ഓഡിയൻസ് വേണോ? പെർഫോം ചെയ്യാൻ സ്റ്റേജ് വേണോ? Come on, tell me. എന്റെ മുന്നിൽ നിന്ന് ആടാനും പാടാനും നിനക്ക് മൂടില്ല അല്ലേ? വേണ്ട, മൂട് ഞാനുണ്ടാക്കാം. Come on, dance, dance. ചെയ്യല്ലേ പ്ലീസ്. Sweet voice. Come on, come on. Sing. Come on, sing. Sing. I said sing. Come on. Come on. Hey, come on. Get out. Get out. Get out from here, you bitch. Get out. എന്റെ വിധിയെ സ്വയം പഴിച്ചതല്ലാതെ ആരെയും ഒന്നും അറിയിച്ചില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നല്ലൊരു ഭാര്യയാവാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഒരു പെണ്ണിനും ഒരു തരത്തിലും പൊരുത്തപ്പെടാനാവാത്തൊരു ജന്മം, അതായിരുന്നു അയാൾ. അയാളിലെ മൃഗത്തെ ശരിക്കും ഞാൻ കണ്ടറിഞ്ഞു. തെരുവ് വേശ്യകളിൽ പോലും ആസക്തി കണ്ടെത്തുന്ന വൃത്തികെട്ടൊരു ജന്തു. കേറി ചെല്ലടാ. എൻജോയ്, എൻജോയ് യുവർ സെൽഫ്. സ്വീറ്റ് ഡ്രീംസ്. അയാളുടെ നെറികെട്ട ജീവിതത്തിനെതിരെ പ്രതികരിച്ചതിനുള്ള ശിക്ഷ സ്വന്തം ഭാര്യയുടെ കിടപ്പറ പങ്കിടാൻ ഒരു അന്യനെ വിരുന്ന് വിളിച്ചായിരുന്നു. അതിൽ പിന്നെ അയാളെ കാണുന്നത് പോലും എനിക്ക് അറപ്പായിരുന്നു. ബിസിനസ് ടൂർ എന്നും പറഞ്ഞ് അയാൾ പോയൊരു രാത്രി മനസ്സാൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി ഏത് നിമിഷം അയാൾ ഇവിടെ എത്തും. കൊല്ലാൻ പോലും മടിക്കില്ല. അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ. എന്തിനായിരുന്നു ഈ സാഹസം? ഈ ഒരു ഒളിച്ചോട്ടം കൊണ്ട് അയാളിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയ? എനിക്കൊന്നും അറിയില്ല. വിധിയെ പഴിച്ചതല്ലാതെ എന്റെ ദുരന്തം ഞാൻ കുടുംബക്കാരെ പോലും അറിയിച്ചിട്ടില്ല. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെ കരഞ്ഞോണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തില് എന്തും നേരിടാനുള്ള ധൈര്യം വേണ്ടത്. മരിക്കാൻ ഒരുങ്ങിയപ്പോഴാ ഇല്ലാത്ത ഭർത്താവിനെയും പിറക്കാത്ത മക്കളെയും സ്ഥാപിച്ച് നാടകം കളിച്ചത്. സത്യം പറഞ്ഞാൽ മനസ്സാൽ ആശിച്ചൊരു വേഷം തന്നെയാ അഭിനയിച്ചു തീർത്തത്. ഇനിയിപ്പോ ആ ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് സങ്കടമില്ല. പേടിക്കണ്ട. അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ വേഷം ഉപകാരപ്പെടുമെങ്കിൽ നമുക്ക് ഈ കള്ളക്കളി തന്നെ തുടരാം. മുനിയും മഹാമാരൊക്കെ ആയിട്ട് വൈദ്യപ്പിഴപ്പിന് വേണ്ടി ഒരുപാട് വേഷം കെട്ടിയിട്ടുണ്ട്. കളിയായിട്ടാണെങ്കിലും ഇപ്പൊ ഒരു ഭർത്താവിന്റെ വേഷം. ജീവിതത്തിൽ സ്വന്തമായിട്ട് പറയാൻ ഒരു വേഷവും ഇല്ലാത്തവന് അതൊരു ഭാഗ്യ അല്ലേ? ധൈര്യമായിട്ടിരുന്നോളൂ. എന്തിനൊപ്പം ഞാനുണ്ട്. എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? നമ്മുടെ ചുറ്റൂനും കുട്ടികൾക്ക് സൗഭാഗ്യം വരുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടേ? നന്ദി വേണം. ഒരു കുറവില്ലാതെ നിങ്ങളെ കെട്ടിപ്പോറ്റി വളർത്തണേ. എന്നിട്ടിപ്പോ വെറുതെ ഒച്ച വെക്ക.
ഗൗരി, വെറുതെ ഒരു നേരം പോക്കിന് ഇതുങ്ങളോടിങ്ങനെ മിണ്ടിയും പറഞ്ഞും. എന്താ നീ എന്നെ വിളിക്കുന്നേ? ഒളിക്കേ? എന്തായി പറയണേ? എന്നെ അകറ്റാൻ നോക്കല്ലേ? അകറ്റാനോ? അതിന് നമ്മൾ തമ്മിൽ എന്താ ഉണ്ടായിരുന്നേ? നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇഷ്ടം കൊണ്ട് ഈ മിണ്ടാപ്രാണികളുടെ മുതുക് തലോടുമ്പോ നമ്മുടെ ദേഹത്തൊക്കെ മുട്ടി ഒരുമാറില്ലേ, അതുപോലൊരു. ഇനിയിപ്പോ ചോദിക്കും എന്തിനാ കരയുന്നെന്ന്. നിങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് പോവല്ലേ? അത് ഓർക്കുമ്പോ നിനക്കെന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റാൻ? എനിക്ക് പോണം. എത്തിയപ്പോ വളരെ ലേറ്റായി. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഈ ക്ലൈമറ്റ് എനിക്ക് അലർജിയാണ്. പക്ഷേ സംഗതികളെല്ലാം അറിഞ്ഞപ്പോ വരാതിരിക്കാനും പറ്റില്ലല്ലോ. ഒക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം ഭാര്യയുടെ രോഗവിവരം എല്ലാവരും എന്തിനാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചത്? ഡസന്റ് മാറ്റർ. ഓർമ്മശക്തിയില്ലേ പോയുള്ളൂ. എനിവേ, അവളുടെ ജീവനൊന്നും പറ്റിയില്ലല്ലോ. അവൾക്കിപ്പോ ആവശ്യം ബെറ്റർ ട്രീറ്റ്മെന്റാ. വെറും ഒരു MBBS ഡോക്ടറുടെ ചികിത്സ കൊണ്ട് മാറുന്ന അസുഖമല്ല അവളുടേത്. നാളത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു എഫിഷ്യന്റ് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റും ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ അവൾ? Where is she? എന്നെ അറിയോ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്ക് നിന്നെ തിരിച്ചറിയാം. കൊള്ളാം, നാടകം നന്നായി. നിന്റെ വേഷവും. യു പ്ലേഡ് വെരി വെൽ. യെസ്, വെൽ ഡൺ. I appreciate you. പക്ഷേ ഇന്നുകൊണ്ട് എല്ലാ വേഷവും അവസാനിപ്പിച്ചിരിക്കണം. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. യെസ്, at any cost I will take you back. It's a challenge. ഈ മനുഷ്യപ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ ഇനാം. അതെ, വെറും 5 രൂപ ടിക്കറ്റിലൂടെ 5000 രൂപ.
ഇന്നത്തെ ഷോ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഞങ്ങളെ ഇന്നത്തെ പ്രോഗ്രാം ആച്ചി നിങ്ങൾ എല്ലാവരും ബന്ധാണ്. താങ്ക്സ്. എന്റെ കഴുത്ത് വിട. താങ്ക് യു. എന്താ ഇവിടെ? അയാള് വന്നു. നാളെ എന്നെ കൊണ്ടുപോകും. എനിക്ക് ഉറപ്പാ, കൊല്ലും അയാൾ എന്നെ. ഞാൻ എന്താ ചെയ്യാ? ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ കാക്കും. ഞാൻ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. മിസ്റ്റർ സിദ്ധാർത്ഥൻ അല്ലേ? എനിക്കറിയാം എന്നെ തിരക്കി നീ ഇവിടെ എത്തുമെന്ന്. സാർ, ആ കുട്ടിയാകെ പേടിച്ചിരിക്കുക. വെറും പാവമല്ലേ അത്? ഈ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ടുപോകരുത്. കോമാളി വേഷത്തിൽ വന്ന് സെന്റിമെന്റ്സോ? കൊള്ളാം. വിദൂഷകന്റെ വേഷവും കെട്ടി ഒരു കാശുകാരി പെണ്ണിനെ വശത്താക്കിയതും പോരാ, ഇപ്പോ അവക്ക് രക്ഷകനായും വന്നിരിക്കുന്നു. അതെ, രക്ഷകൻ തന്നെയാ. അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഈ കൊടകിന്ന് തനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നെ കൊന്നിട്ടല്ലാതെ. യെസ് യെസ്, യു ആർ കറക്റ്റ്. ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ട് ഒളിപ്പിച്ചാലും അവൾ നിന്നെ തേടിയെത്തും. അപ്പൊ എന്ത് വേണം? യെസ്, യു മസ്റ്റ് ഡൈ. നിന്നെ കൊല്ലാനുള്ള അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരു പാവം കുടകൻ. കൊല്ലടായി പട്ടിയെ. Oh!
ഒരു ഊരിന് ഒരു ഗ്രാമം ശാപമായാൽ അതിനെ ചുട്ടിരിക്കണം. ഒരു ഗ്രാമത്തിന് ഒരു കുടുംബം ശാപമായാൽ അതിനെയും, ഒരു കുടുംബത്തിനൊരു വ്യക്തി ശാപമാണെങ്കിൽ അവനെയും. മനസ്സിൽ ഇത്രയൊക്കെ വിഷമം കൊണ്ടാ വന്നെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ശല്യം ചെയ്തു. ഓണല്ലേ? മോളെ, നമ്മളായിട്ട് തുടങ്ങി വെച്ചൊരു നാടകമുണ്ട്. അതെങ്ങനെയാ അവസാനിപ്പിക്കേണ്ടത്? സന്തോഷത്തോടെയാ ഈ വിലങ്ങുമായി പോകുന്നത്. പക്ഷെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം. ചടങ്ങൊന്നും വേണ്ട. തലക്കാവേരി അമ്മയുടെ മുന്നിൽ വെച്ച് അവന്റെ കഴുത്തിലൊരു മാലയിടണം. അത് കണ്ട സംതൃപ്തിയോടെ വേണം ഈ ഊര് തെക്കുന്ന ജയിലിലേക്ക് പോകാൻ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എന്റെ മോള് മനസ്സറിഞ്ഞു കോർത്തിരിക്കുക മാലകൾ. നേർന്ന ഈ മനസ്സിന്റെ നൊമ്പരം എനിക്കറിയാം. സഹതാപം കൊണ്ടുള്ള സ്നേഹം അല്ലേ? അതെ, സഹതാപം കൊണ്ട് പലരും ത്യാഗം ചെയ്തു. പക്ഷെ
പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം അറിയാൻ എനിക്ക് ആ കുട്ടികൾ വേണ്ടി വന്നു. അവരുടെ മനസ്സിൽ കള്ളമില്ലല്ലോ. നിങ്ങൾ തമ്മിലാ ചേരേണ്ടത്. എങ്കിലേ ദുരന്തം പേറിപ്പോകുന്ന ഈ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. കളയും കാര്യമായി ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോ ദാനം തന്ന ഈ സ്നേഹത്തിന് മുന്നില് ഞാൻ എങ്ങനെയാ? ഒന്നും പറയണ്ട. പോകുമ്പോ കൊണ്ടുപോവാൻ ആ ഓർമ്മകളുണ്ടല്ലോ, അത് മതി. ബാക്കിയുള്ള കുട്ടിയെ അമ്മ ഇനി എപ്പോഴാ വരിക? അമ്മ വേണ്ട. ഹായ്, വരണണ്ടടാ മലയാള മാസം 1-ാം തീയതി കോടീശ്വരൻ. തയ്യാറായിക്കോ? ഗുഡ് മോർണിംഗ് ബോസ്. വെൽക്കം കോടീശ്വരൻ. ഇല്ല, ഇനി മലയാള മാസം 1-ാം തീയതിയിലെ കോടീശ്വരനാവാൻ ഞാൻ വരില്ല. അതാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം. ഇനി മുതൽ ഞങ്ങളുടെ കൊട്ടാരം ആ കുടില നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. എല്ലാ വെടിയും തീർന്നില്ലേ? തന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കൈതരിക്കും. തനിക്കൊരു വാറണ്ടോ? വാറണ്ടോ? സാർ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഫാമിലിയോടെ മര്യാദക്കാരനായിട്ട് കുടിലിൽ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കും. തന്നെ കുടിലിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. വാറണ്ട്. ആരുടെ വാറണ്ടാണ് ഈശ്വര? എന്നെന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നത്? ഒരു ജന്മം മുഴുവൻ ഓർക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ നൽകിയ നിങ്ങൾക്ക് ഞാൻ തരുന്ന സമ്മാനം. വിശ്വസിക്കാം, ഈ ബംഗ്ലാവ് പൂജ നിങ്ങൾക്ക് ഇഷ്ടദാനമായി നൽകിയിരിക്കുന്നു. കേറിക്കൊള്ളൂ പ്ലീസ്.